നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ പലരും ഭക്ഷണത്തിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുത്താറുണ്ട്. കാരണം 40 വയസ്സ് കഴിഞ്ഞ സമയങ്ങളിലാണ് പലർക്കും ഡയബറ്റിസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചു തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ എപ്പോഴേ, അതായത് നേരത്തെ തന്നെ സ്റ്റാർട്ടാവുന്നുണ്ട്. അതായത് 40 വയസ്സ് കഴിയുമ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമായിരുന്നു, ഒരുവിധം സ്ത്രീകൾക്കൊക്കെ മെനാപ്പോസ് അല്ലെങ്കിൽ ആർത്തവിരാമത്തിനോട് അവർ അടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതായത് 40 വയസ്സ് കഴിയുമ്പോഴേക്ക് തന്നെ അവർക്ക് ഈ ജോയിൻറ്റ് കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ആവുക, അതുപോലെ തന്നെ സ്കിൻ ഇഷ്യൂസൊക്കെ പെട്ടെന്ന് തുടങ്ങുക, അല്ലെങ്കിൽ അവർക്ക് മെലാസ്മ പോലെയുള്ള ഫേസിൽ നല്ലൊരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ പോലെ മെലാസ്മ പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാവുക, അമിതമായിട്ടുള്ള മുടികൊഴിച്ചിൽ വരിക. ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒരു 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നതുകൊണ്ട് നമ്മൾ ഇത്ര നേരത്തെ, അതായത് ഇപ്പം ഒരു 30 വയസ്സ് അല്ലെങ്കിൽ ഒരു 25 വയസ്സിന് ശേഷം തന്നെ ആളുകളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. അപ്പം ഏത് പ്രായക്കാരാണെങ്കിലും അവരുടെ ഭക്ഷണത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ ഉൾപ്പെടുത്തേണ്ട ചില പ്രധാനപ്പെട്ട ഫുഡുകളുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമല്ല, അപ്പം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിലും ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന നീർവീക്കങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഒരു 40 വയസ്സ് കഴിയുമ്പോഴേക്ക് തന്നെ ഇപ്പം സ്റ്റാർട്ടാവുന്നുണ്ട്. പണ്ടൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 60 വയസ്സായിരുന്നു ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, അല്ലെങ്കിൽ ഒരു 55-50 വയസ്സിലൊക്കെ ഈ ബുദ്ധിമുട്ട് ആളുകൾ കാണിച്ചുള്ളൂ. ഇപ്പോൾ ഒരു 40+, കാരണം ഫുഡ് ചേഞ്ചസ് തന്നെയാണ്, നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പണ്ടുള്ള ആളുകൾക്ക് ഇത്രയും പ്രായം കഴിഞ്ഞിട്ടാണ് ഇത് വന്നതെങ്കിൽ എന്തുകൊണ്ട് അത് ഇത്ര നേരത്തെ ഇപ്പം വരുന്നു? നമ്മുടെ ഭക്ഷണ രീതി, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രമാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡുകളാണ്. അതായത് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കേണ്ടത്. ഒന്നല്ല മറ്റൊരു രീതിയിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന നീർക്കെട്ടുകളാണ് പല അസുഖങ്ങളായിട്ട് പുറത്തോട്ട് കാണിക്കുന്നത്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന നീർവീക്കാണ് പ്രോസ്റ്റേറ്റോമെഗാലി, അത് വീങ്ങി വരുന്ന കണ്ടീഷൻ. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ PCOD അല്ലെങ്കിൽ സിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അവരുടെ ഓവറിയിൽ വരുന്ന ചെറിയ ചെറിയ നീർക്കെട്ടുകളാണ്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ആണെങ്കിൽ ലിവറിന് ചുറ്റും ഉണ്ടാവുന്ന നീർക്കെട്ടാണ്. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് നീർക്കെട്ടുകളായിട്ട് കണക്കാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതിൽ ആദ്യം തന്നെ പറയുന്നത് omega-3 റിച്ച് ആയിട്ടുള്ള മത്സ്യങ്ങൾ അല്ലെങ്കിൽ omega-3 റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്. omega-3 കൂടുതലും നമ്മൾ മത്സ്യങ്ങളിലാണ് കാണുന്നത്, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സിലൊക്കെ. അപ്പോൾ ഈ മത്സ്യവും ഒന്നും കഴിക്കാത്ത വ്യക്തികളൊക്കെ ആവുന്ന സമയത്ത് അവർ ഈ കോഡ് ലിവർ ടാബ്ലറ്റ്സുകൾ അല്ലെങ്കിൽ omega-3 ടാബ്ലറ്റ്സുകളൊക്കെ കഴിക്കാറുണ്ട്. അപ്പം നിങ്ങളത് കഴിക്കുന്ന സമയത്ത് കുറേ കാലം അടുപ്പിച്ചിട്ട് കഴിക്കാതിരിക്കുക, ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. omega-3 നല്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫങ്ഷൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. നമ്മൾ നോർമലി നമ്മൾ കുക്കിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ ഉണ്ട്, അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇതും നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു. അപ്പം ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ കഴിക്കേണ്ടത്, ഇപ്പം നമ്മളെല്ലാവരും അത് ചൂടാക്കിയിട്ട് അതിനകത്ത് വേവിച്ചിട്ട് പച്ചക്കറികളും ഒക്കെ വേവിച്ചിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് ചൂടാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഗുണം നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് വെറുതെ എടുക്കുന്നുണ്ടെങ്കിലോ അതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് വെറുതെ എങ്കിലും നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് പച്ചയോടുകൂടി തന്നെ നിങ്ങൾക്ക് അത് സാലഡ്സിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടോ ഒക്കെ നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല പലർക്കും. നമുക്ക് എണ്ണ ചൂടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചൂടാക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ടേസ്റ്റിനോട് കൂടുതൽ താല്പര്യം. പക്ഷേ നമ്മളത് ചൂടാക്കാതെ ഇങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള രൂപം. അപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ omega-3യും അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളിൽ തന്നെ പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഈ ബ്രൊമാലിൻ അല്ലെങ്കിൽ ഫ്ലാവനോയിഡ്സ് ഉള്ള ഫ്രൂട്ട്സുകളുണ്ട്. ആപ്പിള്, മുന്തിരിയൊക്കെ പോലുള്ളത് ഫ്ലാവനോയിഡ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ്. അത്തരം ഫ്രൂട്ട്സുകളും നമ്മുടെ ശരീരത്തിനകത്തുള്ള നീർക്കെട്ടുകൾ, ഇൻഫ്ലമേഷൻസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അതും നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കൂടുതലായിട്ടും ആ ഒരു സമയത്ത് കഴിക്കേണ്ടത് നമുക്ക് ഹെൽത്തി ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുന്ന, ഹെൽത്തി നമ്മുടെ ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂട്ടുന്ന ഫുഡ് ഐറ്റംസ്, നല്ല സോല്യൂബിൾ ഫൈബേഴ്സ്, പ്രോബയോട്ടിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പ്രീ ഫൈബേഴ്സൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സോല്യൂബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പം ഒരുവിധം പച്ചക്കറികളും ഫ്രൂട്ട്സുകളിലും എല്ലാം തന്നെ നല്ല ഫൈബേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓട്സിനകത്താണെങ്കിലും നല്ല ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഓട്സൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കഴിക്കാം. പച്ചക്കറികളും ഫ്രൂട്ട്സുകളും നല്ല കൂടുതലായിട്ടും നാരുകളുള്ളത് ഈ വാഴത്തട്ട, വാഴ പിണ്ടി അല്ലെങ്കിൽ ക്യാബേജ്, കോളിഫ്ലവർ, ഇതിലൊക്കെ നാരുകൾ കൂടുതലാണ്. ബീൻസ്,
വെണ്ടയ്ക്ക, ഇതിലൊക്കെ തന്നെ എന്താണ്, നാരുകൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ചെയ്തു, സോലുബിൾ ഫൈബേഴ്സ് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കുടലിൽ നന്നായിട്ട് അത് വർക്ക് ചെയ്യും. കുടലിന് അതൊരു ചൂല് പോലെ തന്നെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്, ഫൈബർ. അപ്പോൾ ഇത് ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടോക്സിൻസോ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അതുവഴി നമ്മുടെ ബോഡിയിൽ പല അസുഖങ്ങളെയും നമുക്കൊരു 40+ ആവുന്ന സമയത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം അപ്പോഴാണല്ലോ കുറേ ചേഞ്ചസ് ബോഡിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുക. പിന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ബലം കിട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡീൻ്റെ സ്ട്രെങ്ത് കീപ്പ് ചെയ്യാൻ നല്ല പ്രോട്ടീൻസ് അത്യാവശ്യം. അപ്പം നിങ്ങളോട് കാർബോഹൈഡ്രേറ്റ് എടുക്കാൻ പറയുന്നില്ല. കാർബോഹൈഡ്രേറ്റ് കഴിക്കണ്ട എന്നല്ല, കഴിക്കണം. കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീൻസിനും ഫാറ്റിനും ഒക്കെ അവരുടേതായിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അളവിൽ, നിശ്ചിത അളവിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയും കൂടുതലായിട്ട് നമുക്ക് പ്രോട്ടീൻസിന് എടുക്കാം. പ്രോട്ടീനാണ് കുറച്ചും കൂടി നമ്മുടെ ബോഡിക്ക് വേണ്ടത്. റിപ്പയർ വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ബോഡി ബിൽഡ് ചെയ്യാനൊക്കെ അത്യാവശ്യമായിട്ടുള്ളത് പ്രോട്ടീനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആൻഡ് പ്രോട്ടീൻസ് കഴിക്കാം. അതിനകത്ത് പ്ലാന്റ് ഒറിജിനും ഉണ്ടായിരിക്കും, ആനിമൽ ഒറിജിനും ഉണ്ടായിരിക്കും. പ്ലാന്റ് ഒറിജിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും പയർ, പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം തന്നെ ഇതിൽ പെടുന്ന, ലെഗ്യൂംസ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ആനിമൽ പ്രോട്ടീൻസിനകത്ത് മുട്ട, പാലുൽപ്പന്നങ്ങൾ, ചീസ്, പനീർ ഐറ്റംസുകൾ, അതുപോലെ തന്നെ നോൺ വെജ് ആയിട്ടുള്ള മാംസം, നമ്മൾ കൂടുതലായിട്ടും ചിക്കൻ, മട്ടൻ, ബീഫ്, ഇതൊക്കെ തന്നെ പ്രോട്ടീനാണ്. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അതെന്ത് ചെയ്യാം, നിങ്ങളെ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു 40+ ആവുന്ന സമയത്ത് കൂടുതലായിട്ടും കഴിക്കേണ്ടത്. അപ്പോൾ ഇതാണ് മെയിൻ അത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബയോട്ടിക്സ് വേണം. പ്രോബയോട്ടിക്സ്, കേർഡ്, ബട്ടർ മിൽക്ക് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിനകത്ത് എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തണം. നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടത് ഈ കാരം അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ കൂടുതലായിട്ട് ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് അപ്പക്കാരം ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് ഒഴിവാക്കുക. അതിൽ തന്നെ കൂടുതൽ ഷുഗർ, സോൾട്ട്, മൈദ, ഇതുകൊണ്ടുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ കുറയ്ക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. 8 മണിക്കൂർ, ഇപ്പോൾ നമ്മൾക്കൊരു പ്രായത്തുന്ന സമയത്ത് 8 മണിക്കൂർ ഉറക്കം എല്ലാവർക്കും പോസിബിൾ അല്ല. 6 to 7 hours എങ്കിലും നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു എക്സസൈസ് നിങ്ങൾ ഒരു ലൈഫിൽ കൊണ്ടുവരിക. അത് നിർബന്ധമാണ്. ഒരു വ്യായാമം ഇല്ലാത്ത ബോഡി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ യാതൊരു മൂവ്മെൻറ്റ്സും കൊടുക്കാതെ നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒരു മെഷീനറി ലൈഫ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഡെഫിഷ്യൻസീസും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജോയിൻസിലും ബോൺസിലും മസിൽസിലും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളെ ആഫ്റ്റർ 40 അല്ലെങ്കിൽ ഇപ്പോൾ ആഫ്റ്റർ 20 നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ട്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.